നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മാറാതെ അഴിമതിക്കറ. കശുവണ്ടി വികസന കോർപ്പറേഷനെതിരെ വീണ്ടും വിജിലൻസ് അന്വേഷണം. തോട്ടണ്ടി ഇറക്കുമതിയിൽ ത്വരിതാന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ്. നടപടി കാലാവധി കഴിഞ്ഞ തോട്ടണ്ടി കൂടിയ വിലയ്ക്ക് വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് നവംബർ മാസത്തിൽ നടന്ന 2 ഇറക്കുമതി ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കും. നേരത്തെ റദ്ദാക്കിയ ടെൻഡർ വഴി വീണ്ടും കശുവണ്ടി വാങ്ങിയതായും പരാതി. കോർപ്പറേഷനിലെ അഴിമതിയിൽ CBI അന്വേഷണം പുരോഗമിക്കവെയാണ് പുതിയ ത്വരിത പരിശോധനാ ഉത്തരവ്. പ്രഖ്യാപനത്തിന് കാതോർത്ത്. നോട്ട് നിരോധനത്തിന്റെ തുടർ നടപടികളിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് കാതോർത്ത് രാജ്യം. വരാനിരിക്കുന്നത് ഇളവുകളെന്നും കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളെന്നും അഭ്യൂഹം. ചെറുകിട കർഷകർക്കും വ്യാപാരികൾക്കും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. അതിനിടെ ATMൽ നിന്ന് പണം പിൻവലിക്കാനുള്ള പ്രതിദിന പരിധി 4500 രൂപയായി ഉയർത്തി റിസർവ് ബാങ്ക് ഉത്തരവ്. ഇളവ് നാളെ പ്രാബല്യത്തിൽ വരും. എന്നാൽ ബാങ്കിൽ നിന്ന് ആഴ്ചയിൽ പിൻവലിക്കാവുന്ന പരമാവധി തുകയുടെ പരിധി 24,000 തുടരും. ATM വഴി കൂടുതൽ തുക പിൻവലിക്കാമെന്ന ഉത്തരവോടെ ബാങ്കുകൾ വീണ്ടും ആശങ്കയിൽ. കറൻസി ക്ഷാമത്തിൽ ശ്വാസം മുട്ടുന്നതിനിടെ ആളുകൾ ATMൽ നിന്ന് അധിക തുക പിൻവലിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. അടുത്തയാഴ്ചത്തെ ശമ്പള ദിനങ്ങളും പ്രശ്നത്തെ സങ്കീർണമാക്കും. സമാജ്വാദിയിൽ സമവായം. പിളർപ്പിലേക്ക് നീങ്ങിയ ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടിയിൽ വെടിനിർത്തൽ. അഖിലേഷ് യാദവിനും രാം ഗോപാലിനുമെതിരായ അച്ചടക്ക നടപടി പിൻവലിച്ച് ഇരുവരെയും പാർട്ടിയിൽ തിരിച്ചെടുത്തു. തീരുമാനം മുലായവുമായി അഖിലേഷ് നടത്തിയ കൂടിക്കാഴ്ചയിൽ. പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് അഖിലേഷ് വിളിച്ച MLA-മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയറിയിച്ച് 200ഓളം പേർ. പാർട്ടിയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ജനറൽ സെക്രട്ടറിയും MP-യുമായ അമർ സിംഗ് എന്ന് അഖിലേഷ് യാദവ്. സമവായ ചർച്ചകൾക്ക് നേതൃത്വം നൽകി മന്ത്രി അസം ഖാൻ. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സംസ്ഥാനത്ത് ഭരണ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച നാടകീയ വഴിത്തിരിവ് സംഭവിച്ചത് ഇന്നലെ വൈകിട്ട്. മകനും മുഖ്യനുമായ അഖിലേഷിനെയും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ രാം ഗോപാൽ യാദവിനെയും മുലായം പുറത്താക്കിയത് അപ്രതീക്ഷിതമായി. ചുമതലയേറ്റ് ചിന്നമ്മ. നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ AIDMK ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത തോഴി ശശികല. ജയലളിത തെളിച്ച വഴിയെ പാർട്ടിയെ നയിക്കുമെന്ന സ്ഥാനമേറ്റ ശേഷം ആദ്യ പ്രതികരണം. പാർട്ടി സ്ഥാനം താൻ സ്വപ്നം കണ്ടിട്ടില്ല. നേതൃപദവി ഏറ്റെടുക്കാൻ നിർബന്ധിതയാവുകയായിരുന്നുവെന്നും ശശികല. ഇതുവരെ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരുന്ന ചിന്നമ്മയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ജയയുടെ അഭാവം മറച്ച് പാർട്ടിയിൽ ഐക്യം ശക്തിപ്പെടുത്തുക. അതേസമയം ശശികലയ്ക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയതിൽ പരോക്ഷ തൃപ്തി അറിയിച്ച് പാർട്ടിയിലെ ഒരു വിഭാഗം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2645 രൂപ, പവൻ 21,160 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.